ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചില ചരിത്രങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ വന്ന ആര്യന്മാർ അബ്രഹാമിന്റെ സന്തതി പരമ്പരകളായിരുന്നു എന്ന് പറയുമ്പോൾ വളരെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു സത്യമായ ഒരു ചരിത്രമായിരിക്കില്ല. പക്ഷെ എങ്കിലും അതുതന്നെയായിരുന്നു ചില ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് ദ്രാവിഡന്മാര് മധ്യപൂർവേഷ്യയിൽ നിന്നും BC 1500 ഇന്ത്യയിലെത്തിയ ആര്യന്മാരുടെ പൂർവികർ, അതായത് അബ്രഹാമിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവരായിരുന്നു. അബ്രഹാമിന് കേതുറ എന്ന തന്റെ ഭാര്യയിൽ ജനിച്ച മക്കളെ അവർ പ്രായപൂർത്തിയായപ്പോൾ കിഴക്കോട്ട് അയച്ചതായി ദൈവവചനത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ കിഴക്ക് ദേശക്കാരെല്ലാം അബ്രഹാമിന് കേതുരയിൽ ജനിച്ച മക്കളാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു വാസ്തവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രേഷ്യക്കാരുണ്ട്, മേദ്യരുണ്ട്, ചൈനയിലെ ഹാൻ വംശജരുണ്ട്, സ്ലാവ് വംശജരുണ്ട്, അതുപോലെ തന്നെ പൂർവികരായ ശകവർഗക്കാരും സിമേറിയൻസും ഊസ് ദേശക്കാരും ശകവർഗക്കാരിൽ നിന്നും വ്യാപിച്ച പഴയ സോവിയറ്റ് യൂണിയൻ ഉൾപ്പെട്ട പ്രദേശങ്ങളിലെ ജനങ്ങളെല്ലാം തന്നെ അബ്രഹാമിന് കേതുറായിൽ ഉളവായവരുടെ സന്തതി പരമ്പരകളാണെന്ന ചരിത്രം വളരെ വ്യക്തമായിട്ട് പറയുന്നു എന്നുള്ളതാണ്. നമ്മൾ ചൈനയ്ക്ക് വടക്ക് മംഗോളിയൻ പ്രദേശത്ത് നിന്ന് വ്യാപിച്ച ഹാൻ വംശക്കാരുടെ കസിൻസിൽ നിന്നുമാണ് മംഗോളി വംശജരായ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ആദിവാസികളായ റെഡ് ഇന്ത്യൻസ് ഉടലെടുത്തതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ ആഫ്രിക്കയിലെ ഹാം വംശജരെ അധീനതയിലാക്കി അവിടെ കുടിയേറിയ ബെർബർ വംശരുടെ പിൻഗാമികളാണ് അബ്രഹാമ്യ പാരമ്പര്യമുള്ളവരായിരുന്നു. പ്രസിദ്ധ യഹൂദ ചരിത്രകാരനായ ജോസിഫസ് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബ്രഹാമിന് കേതുരയിൽ ഉളവായ മകനായ ഏഫ, അതായത് ആഫ്രിക്കൻ പ്രദേശങ്ങൾ കീഴടക്കിയെന്നും അവന്റെ പേരിൽ നിന്നുമാണ് ആ ഭൂഖണ്ഡത്തിന് ആഫ്രിക്ക എന്നുമാണ് ഉൽപ്പത്തി പുസ്തകം 25:4 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ തൽപര കക്ഷികൾ സ്വാർത്ഥ താല്പര്യത്തിൽ ഇതെല്ലാം മിഥിയോളജി ആയിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഭിന്നിച്ചു ഭരിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ തന്ത്രങ്ങളെ കുറിച്ചും ചരിത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോ അബ്രഹാമിന് തന്റെ ആദ്യ ഭാര്യയായ സാറയിൽ ജനിച്ച മകനായ ഇസ്ഹാക്കിന് റബേക്കയിൽ ജനിച്ച മക്കളാണ് യാക്കോബും ഏഷ്യാവും. അതായത് യാക്കോബ് എവിടെയുള്ളതാണ്? യഹൂദ വംശക്കാരുടെയും അസീറിയൻസ് പിടിച്ചുകൊണ്ടുപോയ 10 വർഗക്കാരുടെയും പൂർവീകനാണ്. അപ്പം അങ്ങനെ ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നു. അസീറിയൻസ് പിടിച്ചുകൊണ്ടുപോയ ദ ലോസ് ഓഫ് 10 ട്രൈബ്സ് എന്ന് പറയുന്ന 10 ഗോത്രങ്ങൾ, അതായത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലത്ത് യൂറോപ്പ് മുഴുവൻ വ്യാപിച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അബ്രഹാമിന് സാറയുടെ അല്ലെങ്കിൽ മിസ്രൈമ്യ ദാസിയായ ഹാമിന്റെ വംശത്തിൽപ്പെട്ട ഹഗാറിൽ നിന്ന് ജനിച്ച മകനാണ് ഇസ്മായേൽ. അതായത് ഇസ്മായേലിന്റെ സന്തതി പരമ്പരകൾ മുകളിൽ പറഞ്ഞ യേശാവിന്റെ സന്തതി പരമ്പരകളും യേശാവ് ഇസ്മായേലിന്റെ മകളെ വിവാഹം ചെയ്തു എന്നും ചേർന്ന സങ്കരമാണ് അറബ് വംശജരെല്ലാം. അപ്പൊ അറബ് വംശജരുമായിട്ട് ഇടകലർന്നാണ് കേതുരയുടെ മകനായ മിദ്യാന്റെ മക്കളായ ആര്യ വംശജർ ഇന്നും വസിക്കുന്നത്. ഇവയെല്ലാം ചേർത്താണ് പേർഷ്യൻ സാമ്രാജ്യം ഉടലെടുത്തത്. അപ്പോൾ ഹാം വംശജരുമായുള്ള അടുത്ത ബന്ധം കാരണം അവര് ഒരേ നിറത്തിലുള്ളവരായി എന്നുള്ള കാര്യം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ നോഹയുടെ മകനായ ഹാം എന്ത് ചെയ്തു? പിതാവിന്റെ നഗ്നത വെളിപ്പെടുത്തിയത് കാരണമാണ് പിതാവിൽ നിന്നും ശാപമേറ്റ വ്യക്തി എന്ന് ദൈവവചനം പറയുന്നു. അപ്പോൾ ഹാമിന്റെ മകനായ സിമ്യൻ എന്ന് പറയുമ്പോൾ സിമ്യന്റെ സന്തതി പരമ്പരകളായിരുന്നു ഇന്ത്യയിൽ സിന്ധു നദീ തട സംസ്കാരമായ മോഹൻജദാരോ ഹാരപ്പ നാഗരികതയുടെ സ്ഥാപകരെന്ന് ചിന്തിക്കുന്നതിന് വളരെയേറെ കാരണങ്ങളുണ്ട്. അപ്പൊ ഉൽപ്പത്തി 10:18 പറയുന്നത് എന്താണ്? സിന്ധു എന്ന വാക്ക് സിമ്യൻ എന്ന വാക്ക് ലോപിച്ചുണ്ടായതാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ സിന്ധുവിൽ
എന്ന് പറയുന്നത് സിന്ധുവിൽ നിന്നാണ്, അല്ലെങ്കിൽ സിന്ധു, ഹിന്ദു, ഹിന്ദു എന്നീ വാക്കുകൾ ഉളവായതായി കരുതപ്പെടുന്നു. അപ്പൊ കൂടാതെ കിഴക്കോട്ട് തിരിച്ചതായ സിന്നിന്റെ ഒരു ശാഖയാണ് വീണ്ടും മുമ്പോട്ട് യാത്ര ചെയ്ത് ചൈന എന്ന വാക്ക് സിന്യൻ എന്ന വാക്കിൽ നിന്ന് രൂപം കൊണ്ടതാണെന്ന് കരുതപ്പെടുന്നു. അതായത് ഇക്കാലത്ത് ചൈനയെ ഉദ്ദേശിച്ച് സിനോ എന്നും ഉപയോഗിക്കുന്നുണ്ട്. പിന്നീട് ചൈനയിൽ കുടിയേറിയ ഹാൻ വർഗക്കാർ അല്ലെങ്കിൽ സുമാത്ര ജാവ ദ്വീപുകൾ വഴിയായി സിന്യരെ തെക്കോട്ട് തള്ളുകയായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നു. അപ്പോൾ സാഹചര്യ തെളിവുകൾ ഇതിനെന്താണ്, പലപ്പോഴും അനുകൂലമാണ് എന്നുള്ളതാണ്. അപ്പൊ പിതാവിൽ നിന്ന് ശാപം ഏറ്റതിന്റെ പ്രത്യേക ലക്ഷണമായ കറുപ്പ് നിറം ഇവരിലെല്ലാം എന്ത് ചെയ്തു, വ്യാപരിച്ചിരുന്നു എന്നും ചരിത്രത്തിൽ കാണുന്നു. അപ്പോ അങ്ങനെ ചൈനയിലെയും ഇന്ത്യയിലെയും ആദിവാസികൾ കറുത്ത വർഗക്കാരായിരുന്നു എന്നും ഹാമിന്റെ സന്തതിയിൽ ചിലർ എന്ത് ചെയ്തു, ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ കുടിയേറിയതായി ദൈവവചനം വിവരിക്കുന്നു. അപ്പൊ അവർ എന്തായിരുന്നു, കറുത്ത വർഗക്കാരായിരുന്നു. അത് കൊണ്ട് കറുത്ത വർഗക്കാരെല്ലാം എന്താണ്, ഹാമിന്റെ സന്തതി പരമ്പരകളായിരുന്നു ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ മറ്റുള്ള വർഗങ്ങളിൽ നിന്നും വളരെ അകന്നു പോയത് കൊണ്ടാണ് ബൈബിളിൽ സിന്യനെ പറ്റി പിന്നീട് അധികമായിട്ടുള്ള പരാമർശങ്ങളൊന്നും തന്നെയില്ല. യെശയ്യാവ് 49:12 പറയുന്നു, ഇതാ ഇവർ ദൂരത്തു നിന്നും, ഇവർ വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും, ഇവർ സിനീം ദേശത്തു നിന്നും വരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അന്ത്യകാലത്തിന് മുമ്പ് യഹൂദ പ്രവാസികൾ ഇന്ത്യ ചൈന പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേലിലേക്ക് തിരിച്ചു വരുന്നതിനെ പ്രവചനമായി പല വേദപണ്ഡിതന്മാരും ഇതിനെ കരുതുന്നു എന്നുള്ളതാണ്. അപ്പം ഹിന്ദുക്കുശ് പർവ്വത നിരകൾക്കപ്പുറം താമസമാക്കിയിരുന്ന ഒരു പുരാതന വർഗമായിരുന്നു സിനിനെ കുറിച്ച് ചിത്രീകരിക്കുന്നത് ചില ചരിത്ര രേഖകളിൽ ഉണ്ട്. അതായത് പിന്നീട് BC 1500 അബ്രഹാമിന്റെ സന്തതി പരമ്പരകളായ ആര്യന്മാർ ഇന്ത്യയിലും ഹാൻ വർഗക്കാർ ചൈനയിലും കുടിയേറിയപ്പോൾ അബ്രഹാം കേതുറയിൽ ഉളവായ മക്കളെ കിഴക്കേ ദേശത്തേക്ക് അയച്ചതായി ദൈവവചനത്തിൽ കാണുന്നു. അപ്പോ കറുത്ത വർഗക്കാരായ ആദിവാസികളുമായി കലരുകയും സമ്മിശ്ര ജാതികളെ തെക്കോട്ട് തള്ളുകയും ചെയ്തു. അവർ തെക്കേ ഇന്ത്യയിലും ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ബംഗാൾ, ബർമ്മ വഴിയായി സുമാത്ര, ജാവ, മലേഷ്യ, പൊളിനേഷ്യൻ ദ്വീപ് സമൂഹങ്ങളിലും അവിടെ നിന്നും ആസ്ട്രേലിയയിലേക്ക് വ്യാപിച്ചതായിട്ട് കാണുന്നു. അപ്പൊ ആസ്ട്രേലിയയിലെ ആദിവാസികളായ ഓസ്ട്രോട്സ് കറുത്ത വർഗക്കാരാണ്. അപ്പോ ആൻഡമാൻ ദ്വീപ് സമൂഹങ്ങളിലെ ആദിവാസികൾ എന്താണ്, കറുത്ത വർഗക്കാരാണ്. ഇപ്പൊ ഇന്ന് ലഭ്യമായിട്ടുള്ള DNA ടെക്നോളജി ജനങ്ങൾ തമ്മിലുള്ള സാമ്യത്തെ വേണ്ടമായ തെളിവ് നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന വിവിധ വർഗക്കാർ എന്താണ്, ഷേം, ഹാം, യാഫേത്ത് എന്നിവരുടെ സന്തതി പരമ്പരകളും അവരുടെ സങ്കരങ്ങളും അതോടുകൂടി അബ്രഹാമിന് ഹഗാറിലും സാറയിലും കേതുറയിലും ഉള്ളതായ സന്തതികളും അവരുടെ സമ്മിശ്രങ്ങളുമാണ്. അപ്പോൾ ഹാമിന്റെ സന്തതി പരമ്പരകളായ ആഫ്രിക്കയിലെ കറുത്ത വർഗക്കാരിലും തെക്കേ ഇന്ത്യയിലെ ദ്രാവിഡിലും മറ്റു രാജ്യങ്ങളിലുള്ള ആദിവാസികളുടെ ഇടയിലും തലമുറകളായി കൈവന്ന യാഗകർമ്മത്തിന്റെ തുടർച്ചയായി യാഗബലി കർമ്മങ്ങൾ ഇന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ നോഹയ്ക്ക് ശേഷം ഏതാണ്ട് 400 വർഷങ്ങൾക്ക് ശേഷമാണ് അബ്രഹാം ജനിക്കുന്നത്. അപ്പൊ ദൈവം അബ്രഹാമിനെ തന്റെ തലമുറയിൽ മനുഷ്യകുല രക്ഷകനായി ക്രിസ്തു വന്ന് ജനിക്കുന്നതിന് തെരഞ്ഞെടുക്കുകയും ക്രിസ്തുവിൽ കൂടി നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പ്രവചനം നിവൃത്തിയാവുകയും ചെയ്തു എന്നും കാണുന്നു. അപ്പൊ ദൈവവുമായുള്ള പ്രേമബന്ധം പുനഃസ്ഥാപിക്കുന്ന രക്ഷകനായ ക്രിസ്തു വന്ന് പിറക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത അബ്രഹാമിന്റെ മകനായ ഇസാക്കിന്റെ മകനാണ് യാക്കോബിന്റെ സന്തതി പരമ്പരകളാണ് ഇസ്രായേൽ ജനം. അപ്പോ അവർ 400 വർഷക്കാലം മിസ്രൈമിൽ അടിമകളായി പാർക്കേണ്ടതായി വന്നു. അതായത് മോശയുടെ നേതൃത്വത്തിൽ ദൈവം അവരെ അവിടെ നിന്നും വിടുവിച്ചു.
അപ്പോൾ എന്താണ്, അവരെ മരുഭൂമിയിൽ കൂടി നടത്തുകയും തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ പ്രമാണങ്ങളും അനുഗ്രഹങ്ങളും മറ്റുള്ളവരിലേക്ക് പകരുവാൻ ജനമായി അവരുമായി ഉടമ്പടി ചെയ്യുകയും പാപത്തിന്റെ പരിഹാരമായി ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടതായ നിയമങ്ങൾ ഉൾപ്പെട്ട ന്യായപ്രമാണവും മനുഷ്യനും ദൈവവുമായുള്ള ബന്ധത്തിലുള്ള നിയമങ്ങളും അവർക്ക് കൈമാറി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ അവർ 40 വർഷത്തിന് ശേഷം കനാൻ ദേശം യോശുവയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു, കൈവശമാക്കി അവിടെ കുടിയേറി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ മുൻപ് സൂചിപ്പിച്ച കുടിപ്പകകളും മത്സരങ്ങളും മേൽക്കോയ്മകളും, അതായത് ഇവരുടെ ഇടയിൽ ചില കുടിപ്പകകൾ ഉണ്ടായിരുന്നു, മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ആ മത്സരങ്ങളും യുദ്ധങ്ങളും മനുഷ്യ കുടുംബത്തിൽ എന്തായിരുന്നു, സർവ്വസാധാരണമായ മത്സരങ്ങളായിരുന്നു അവയൊക്കെ. അപ്പൊ ഇസ്രായേൽ ജനങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള 10 ഗോത്രങ്ങൾ എന്താണ്, അസീറിയൻസ് പിടിച്ചുകൊണ്ടുപോയി മറ്റു ഭൂവിഭാഗങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ എന്ത് ചെയ്തു, അവരെ കുടിയിരുത്തി. അവർ മറ്റ് ജാതികളെ ഇടകലർന്ന് യഹൂദ ഗോത്രം ഉൾപ്പെട്ട ശേഷം 2 ഗോത്രത്തെ പിന്നീട് ബാബിലോണിയൻസ് അല്ലെങ്കിൽ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോയി. അസീറിയക്കാരും ബാബിലോണിയക്കാരും അബ്രഹാമിന്റെ മറ്റു ഭാര്യമാരോട് കൂടിയുള്ള സങ്കര സന്തതി പരമ്പരകളായിരുന്നു. അപ്പൊ എന്താണ്, ദൈവിക അനുഗ്രഹങ്ങൾ മറ്റു ജനങ്ങളിലേക്ക് പകരുവാൻ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ് ജനഭാഗങ്ങൾ തമ്മിലുള്ള യുദ്ധവും എന്താണ്, പ്രവാസവും. അപ്പൊ പ്രവാസത്തിലേക്ക് പോയ യഹൂദന്മാരിൽ എന്ത് ചെയ്തു, ഒരു വിഭാഗം എന്ത് ചെയ്തു, പേർഷ്യൻ സാമ്രാജ്യ ഭരണകാലത്ത് സ്വതന്ത്ര നാടായ പലസ്തീനിലേക്ക് തിരിച്ചു വന്നതായി. പേർഷ്യൻ സാമ്രാജ്യ ശേഷം വന്ന അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗ്രീക്ക് സാമ്രാജ്യവും അതിനുശേഷം വന്ന റോമൻ സാമ്രാജ്യത്തിലെ ഭാഗ്യവുമായ ചരിത്രവും ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ പഴയ നിയമത്തിൽ എന്താണ്, ഈ സാമ്രാജ്യങ്ങളുടെ അസീറിയൻ സാമ്രാജ്യവും ബാബിലോണിയൻ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും എന്താണ്, അബ്രഹാമിന് കേതുറയിൽ ഉളവായ സങ്കര സന്തതി പരമ്പരകളാൽ സ്ഥാപിതമായതും അലക്സാണ്ടറുടെ ഗ്രീക്ക് സാമ്രാജ്യം നോഹയുടെ പുത്രനായ യാഫേസിന്റെ സന്തതി പരമ്പരകളായ ഗ്രീക്ക് വംശജരാൽ സ്ഥാപിതമായതും റോമൻ സാമ്രാജ്യം നോഹയുടെ മകനായ ഷേമിന്റെ വംശജരായ സെമിറ്റിക് വംശജരാൽ സ്ഥാപിതമായതുമാണ്. ഇവരാൽ ലോക ചരിത്രത്തിൽ അറിയപ്പെടുന്ന പുരാതന ജനങ്ങൾ. അങ്ങനെയാണ് ഈ ചരിത്രങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ വന്ന ആര്യന്മാർ അബ്രഹാമ്യ പാരമ്പര്യമുള്ളവരായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോകൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാകുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.